നമസ്കാരം, ഞാൻ നൃത്ത അധ്യാപിക രജനി അനിൽ. ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു കാര്യം പറയാൻ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ്. ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ പ്രായഭേദമന്യേ എല്ലാവരും ഡാൻസിലോട്ട് കടന്നു വരുന്ന ഒരു കാലഘട്ടമാണുള്ളത്. തിരുവാതിര ആയിക്കോട്ടെ, അവർക്ക് ചെറുതിലെ നടത്താൻ പറ്റാതിരുന്ന നൃത്ത അരങ്ങേറ്റം ആയിക്കോട്ടെ, അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് തന്നെ അമ്പല കമ്മിറ്റിക്കാരും ഒരുപാട് പ്രോഗ്രാംസ് ഡാൻസിൻ്റെ വേണ്ടിയിട്ട് ഒരു ടൈം കൊടുക്കുന്നുണ്ട്. അത് വളരെ സന്തോഷം. പക്ഷേ അത് ചൂഷണം ചെയ്യാനായിട്ട് ഒരുപാട് ഡാൻസ് ടീച്ചേഴ്സ് രംഗത്തെത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. രംഗത്തെത്തിയിട്ടുണ്ട് എന്നല്ല, ഉണ്ടായിരുന്നിരിക്കാം മുൻപും. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അളവ് ഒരിത്തിരി കൂടുതലാണ്. നൃത്ത അരങ്ങേറ്റത്തിന് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ അയച്ച വോയിസ് മെസ്സേജാണ് ഇന്ന് എന്നെ കൊണ്ട് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യിപ്പിക്കുന്നത്. ഞാൻ ആ വോയിസ് മെസ്സേജ് കേട്ടു. അതിൽ ആ ടീച്ചർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം: നിങ്ങൾ എനിക്ക് നൃത്ത അരങ്ങേറ്റത്തിന് സ്വർണ്ണാഭരണം തന്നെ നൽകണം. സെക്കൻഡ് സ്റ്റേറ്റും മൂക്കുത്തിയും ഒന്നും നൽകരുത്. 1 ഗ്രാമിൽ കുറയാത്ത സ്വർണ്ണാഭരണം തന്നെ എനിക്ക് നൽകണം. 3 മേക്കപ്പ് മെന്മാരുണ്ടാവും. അവർക്ക് 3 പേർക്കും 501 രൂപ വീതവും. ഓർക്കസ്ട്ര അതുപോലെ അവർക്കും 501 രൂപയിൽ കുറയാതെ നിങ്ങൾ നൽകണം എന്നുള്ളൊരു വോയിസാണ് ഇട്ടേക്കുന്നത്. മറ്റൊരു ഡാൻസ് ടീച്ചർ ഇതുപോലെ വോയിസ് ഞാൻ കേട്ടതാണ്. ഒരു സാധാരണക്കാരന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് ആ ടീച്ചറും വോയിസ് മെസ്സേജ് ഇട്ടേക്കുന്നത്. ഇവരടുത്തൊക്കെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവരുടെ ഒരു ആഗ്രഹം കൊണ്ട് നൃത്ത അരങ്ങേറ്റം എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും നിങ്ങൾ ദയവ് ചെയ്ത് ഇത്തരക്കാരെ ചൂഷണം ചെയ്യരുത്. 1 ലക്ഷം രൂപയും 1.5 ലക്ഷം രൂപയും അരങ്ങേറ്റത്തിന് വാങ്ങിക്കുന്നവരോട് ഒരാൾ പോലും ചോദിക്കുന്നില്ല എന്തിനാണെന്ന്. എൻ്റെ അടുത്ത് ഈ പരാതി പറഞ്ഞവരോട് ഞാൻ ചോദിച്ചു, എന്തിനാണെന്ന് ചോദിക്കാത്ത എന്താ? അപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ മാത്രം എങ്ങനെയാണ് ടീച്ചറെ ചോദിക്കുന്നത് എന്നാണ്. എനിക്കുമുണ്ട് 100-200 സ്റ്റുഡൻസ്. ഞാനും നൃത്ത അരങ്ങേറ്റം ചെയ്യിപ്പിക്കുന്നത് തന്നെയാണ്. എൻ്റെ ഏത് സ്റ്റുഡൻറ്റിനോട് ചോദിച്ചാലും പറയും. പിന്നെ ഞാൻ മെസ്സേജ് ഇടുന്നത്, എനിക്ക് 1 രൂപ ദക്ഷിണ തന്നാലും 1000 ദക്ഷിണ വെച്ചാലും എനിക്ക് ഒരേ മനസ്സാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ച് മാത്രം എല്ലാം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാനും നൃത്ത അരങ്ങേറ്റം ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞാണ് അവരെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ദയവ് ചെയ്ത് ഇതൊരു കച്ചവടമാക്കി മാറ്റരുത്. ഇങ്ങനെ ചെയ്താലുള്ള ഒരു ഭാവിയിലുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ സാധാരണ ഒരു ലെവലിലുള്ള ഒരു കുഞ്ഞിന് ഒരിക്കലും ഉയർന്നു വരാൻ പറ്റാത്തൊരു ലെവലാവും. അതുകൊണ്ടാണ് വളരെ സങ്കടത്തോടു കൂടി ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് വിമർശനങ്ങളുണ്ടാവാം. ഇത് ഞാനൊരു ഡാൻസ് ടീച്ചറിനോട് പറഞ്ഞപ്പം ആ ഡാൻസ് ടീച്ചർ പറഞ്ഞത് എൻ്റെ അടുത്ത്, ഞങ്ങൾ ഒരുപാട് പൈസ മുടക്കിയാണ് പഠിച്ചത്, അപ്പം അത് ഞങ്ങൾക്ക് മുതലാക്കണ്ടേ? നിങ്ങൾക്ക് എന്തുമാത്രം മുതലാവണം? എത്രയോ കുട്ടികൾ ഇനിയും ഭാവിയിൽ വരാനുണ്ട്. ദയവ് ചെയ്ത് ഒരാളും ഇങ്ങനെയുള്ള ആൾക്കാരുടെ ചതിക്കുഴികളിൽ ചെന്ന് പെടരുത് എന്നുള്ള ഒരു സാമാന്യ ബോധത്തോടു കൂടി ചിന്തിക്കുക. ഒരു വിഷമം തോന്നി, ഒരു കുട്ടി സങ്കടത്തോടെ വന്ന് പറഞ്ഞതാണ്. അവസാനം ആ കുട്ടി ആ നൃത്ത അരങ്ങേറ്റത്തിൽ നിന്നും പിന്മാറിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്.